നമ്മുടെ കയ്യിലുള്ളത് കൊച്ചുകുട്ടികളുടെ ഡൈപ്പറാണേ. നല്ല വെള്ളത്തിൽ നമ്മൾ മുക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. ഇതിനുള്ളിൽ വെച്ചാർന്ന ഡൈപ്പർ ഇതാണ് കേട്ടോ ഡൈപ്പറിൻ്റെ അവശിഷ്ടങ്ങൾ വരുന്നത്. ഹായ് മച്ചാന്മാരെ, എല്ലാവർക്കും ഇൻഫോഡിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, കേരളത്തിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ, നല്ല മഴയാണ്. മഴ കാരണം വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ കുറേ പേരാ എന്നോട് ചോദിക്കണു, മച്ചാൻ എപ്പാണി വാളിയിരിക്കുകയാണ്, വീട്ടിലാണെങ്കിൽ വേസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്, കുന്നുകൂടി വേസ്റ്റ് ഇരിക്കുകയാണ്. കുട്ടികളുടെ ഡൈപ്പർ ആണെങ്കിലും സാനിറ്ററി നാപ്കിൻസ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കുന്നുകൂടി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുകയാണ്. മച്ചാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തി തരുമെന്ന് കുറേ പേരായി ചോദിക്കണം. നമുക്കറിയാം, പണ്ട് കാലത്താണെങ്കിൽ സ്വന്തം വീട്ടിലെ വേസ്റ്റുകൾ ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, അടുത്ത പറമ്പിൽ കൊണ്ടുപോയി കളയുക എന്നൊരു കൺസെപ്റ്റ് ചെയ്യുന്ന മലയാളികൾ ഭയങ്കരമായിട്ട് വളർന്നു കേട്ടോ. സ്വന്തം വേസ്റ്റ് സ്വന്തം ഉത്തരവാദിത്തമാണെന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ വളർന്നു വന്നിരിക്കുകയാണെങ്കിൽ ഒരു സിസ്റ്റം നമ്മളെ ആ ഒരു രീതിയിലേക്ക് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ ഒരു പുതിയ വീട് പണിയുന്ന ആളുകളാണെങ്കിൽ വീടിനോട് ചേർന്ന് ഒരു ഇൻസിനറേറ്റർ എന്നൊരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇൻസിനറേറ്ററുകളെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസിനറേറ്റർ മാനുഫാക്ചറിങ് കമ്പനി നമ്മളുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്തുള്ള മേഡയിൽ ഇൻസിനറേറ്റേഴ്സിന്റെ വെയർ ഹൗസിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പകർന്നു തരാൻ പോകുന്നത്. അങ്ങനത്തെ ഞാൻ പറഞ്ഞ മേഡയിൽ ഇൻസിനറേറ്ററിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. സംഭവം നമ്മൾ അന്വേഷിച്ച് വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസിനറേറ്റർ മാനുഫാക്ചറാണ് ഇവർ. അതും തന്നെയല്ല, ഇന്ത്യക്ക് പുറമെ ഒരുപാട് പുറം രാജ്യങ്ങളിലേക്കും ഇൻസിനറേറ്ററുകൾ കയറ്റി അയക്കുന്ന ഒരു കമ്പനി കൂടിയാണിത്. അപ്പോൾ എന്താണ് ഇൻസിനറേറ്റർ എന്നത് സാധാരണക്കാരന് അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയുന്നവരുണ്ടാവും. അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്താ പറയുക, ഒരു ഇൻസിനറേറ്റർ എന്താണെന്ന് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവണം. ഒരു സാധാരണക്കാരന് ഇതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടാവരുത്. അതാണ് നമ്മളുടെ ഒരു എന്താ പറയുക വരവിൻ്റെ ലക്ഷ്യം കൂടിയിട്ട്. അപ്പോൾ എന്തായാലും മേഡയിൽ ഇൻസിനറേറ്റേഴ്സിൻ്റെ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് വന്നിരിക്കുന്ന ചേട്ടനാണിത്. ചേട്ടൻ തന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ. എൻ്റെ പേര് ഷിബു. ഞാനിവിടെ ഈ മേഡയിൽ ഇൻസിനറേറ്റേഴ്സിന് 14 വർഷമായിട്ട് ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുന്ന ആളാണ്. 14 വർഷം ഈ കമ്പനി തുടങ്ങിയിട്ട്. 14 വർഷത്തെ സേവന പാരമ്പര്യമുള്ള കമ്പനിയാണ്. അപ്പോൾ ഒരു ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ആണോ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കമ്പനി? അതെ, ഞങ്ങൾ ഇൻസിനറേറ്റർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് ഈ ഇൻസിനറേറ്ററിൽ മാത്രം, മറ്റൊരു പ്രോഡക്റ്റ് ഞങ്ങൾക്കില്ല. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ഇവരോട് ഞാൻ പറഞ്ഞത്, ഞാൻ തപ്പി കണ്ടുപിടിച്ചതിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസിനറേറ്റർ മാനുഫാക്ചർ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല, ഒരു സംശയമില്ല. അത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവും. ഇത് ഞങ്ങളുടെ ഒരു കൊമേഴ്സ്യൽ പ്ലാന്റ് ആണ്, ഏറ്റവും ചെറിയ കൊമേഴ്സ്യൽ പ്ലാന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെയാണ് ഇതിൽ വേസ്റ്റ് നമുക്ക് കത്തിക്കുന്നതിനോടൊപ്പം നമുക്ക് നോൺ ഫ്യൂവലായിട്ട് ഇത് ഉപയോഗിക്കാം. ഫ്യൂവൽ വേണമെങ്കിൽ അവിടെ ഗ്യാസ് കണക്ട് ചെയ്തിരിക്കുന്ന ബർണർ ഗ്യാസ് കിറ്റ് ഉണ്ട്, അത് ഉപയോഗിക്കാം. ഇനി ഇതിൽ നിന്ന് വരുന്ന പുക ഫിൽട്ടർ ചെയ്ത് ഇത് കാർബൺ മോണോക്സൈഡിനൊക്കെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് പുറത്തേക്ക് വിടാനായിട്ട് ആ സ്ക്രബ്ബർ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതെല്ലാം അറ്റാച്ചബിൾ ആണ്, ആവശ്യമുള്ളവർക്കൊക്കെ അത് അറ്റാച്ച് ചെയ്യാം. അപ്പൊ ചേട്ടാ, ഈ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നത് കൊമേഴ്ഷ്യൽ യൂസിന് പറ്റിയ ഏറ്റവും ചെറിയൊരു യൂണിറ്റ് അല്ലേ? അതായത് ഇപ്പോൾ ഒരു ബേക്കറി ആണെങ്കിലോ ഒരു ചെറിയ അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് വേണ്ടത്. പക്ഷെ നമുക്കറിയേണ്ടത് ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു വീട്ടിൽ ഒരുപാട് വേസ്റ്റുകൾ അവർക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തുണ്ടാവും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അങ്ങനത്തെ ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ടോ ഇൻസിനറേറ്ററുകൾ? തീർച്ചയായും ഞങ്ങൾ ഡൊമസ്റ്റിക്കും കൊമേഴ്സ്യലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് മേഡയിൽ ഇൻസിനറേറ്റേഴ്സ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കൊമേഴ്സ്യലിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് ആണ്. അതിപ്പോൾ ഒരു ബേക്കറി, ഒരു ചെറിയ സ്കൂള്, ലോഡ്ജ്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ഇത്. അതേസമയം ഫാക്ടറി, ഒത്തിരി വലിയ ബെഡ് ഒക്കെയുള്ള ഹോസ്പിറ്റൽസ്, ഇങ്ങനെ ഒത്തിരി കൊമേഴ്സ്യൽ ആവശ്യം വരാറുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ഓരോ കാറ്റഗറി ഉണ്ട്. ഒരു എക്സാമ്പിൾ, ഇത് 30 kg ആണ്, 50 kg, 80 kg, 100 kg, അങ്ങനെ ഞങ്ങൾ 500 കിലോ വരെ കപ്പാസിറ്റി ഉള്ളത് ചെയ്തിട്ടുണ്ട്. 500 കിലോ വരെ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അറ്റ് എ ടൈം എന്ന് വെച്ചാൽ പെർ ഡേയിൽ ചെയ്യാൻ പറ്റും. ഇതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കൊമേഴ്സ്യൽ പ്ലാന്റ് ആണ്. അതായത് ഇപ്പോൾ ഇത് നമുക്ക് നോൺ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാം. വെറുതെ ഇത് കൊണ്ടുവച്ച് നമുക്ക് വേസ്റ്റ് ഇട്ടിട്ട് നമുക്കത് റൺ ചെയ്യാൻ പറ്റും. അത് കൂടാതെ വന്നപ്പോൾ കണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഇൻസിനറേറ്ററിന്റെ, നമുക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റി അറിയില്ല, പക്ഷെ ഇവിടെ ഒരു ഗ്യാസ് കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ
ഇവിടെ എന്താ പറയാ ഒരു നമ്മുടെ ABS വണ്ടികൾക്കൊക്കെ വരുന്ന രീതിയിൽ ഒരു എന്താ ഫിൽറ്ററിംഗ് സിസ്റ്റം ആണോ അത്? അതെ, ഫിൽറ്ററിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ ഈ ഇപ്പം നമുക്ക് ഫ്യൂവലോട് കത്തിക്കണമെന്നും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂവൽ കൊടുക്കാം. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഡയപ്പേഴ്സ് പാമ്പേഴ്സ് ഒക്കെ എന്ന് വെച്ചാൽ ഒത്തിരി വെറ്റ് വരും. അതുപോലെ വെറ്റായിട്ടുള്ള പ്രോഡക്റ്റ് ഒക്കെ കത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഫാസ്റ്റായിട്ട് ബേൺ ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കത് ചെയ്താൽ മതി. പക്ഷെ കമ്പനി ഇതിനുള്ള എല്ലാ അറ്റാച്ച്മെന്റും ഉണ്ട്. അതായത് ഇത് നമുക്ക് ഗ്യാസ് ബർണർ വെച്ച് കത്തിക്കണമെങ്കിൽ അങ്ങനെ കത്തിക്കാം, അറ്റാച്ചബിൾ മാറ്റിയിട്ട് നോ ഫ്യൂലായിട്ട് കത്തിക്കണമെങ്കിൽ അങ്ങനെ കത്തിക്കാം. അതുപോലെ ഇതിൻ്റെ പുക പിന്നെ ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് ഇത് കത്തുന്നത്. അപ്പം തന്നെ മോണോക്സൈഡ് കാർബൺ എമിറ്റ് ചെയ്യുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. അതുകൂടാതെ ആ പുകയെ നമുക്ക് വെള്ളം കൊണ്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുന്ന എലിമിനേറ്റർ എന്ന് പറയുന്ന ഒരു മെക്കാനിസമാണത്. അത് കഴിഞ്ഞിട്ട് 14 അടി മേളിലേക്കാണ്, ഏകദേശം 15 അടി മേളിലേക്കാണ് ഈ സ്മോക്ക് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്നത് ഇത് നമുക്ക് എത്ര അടി വേണോ ഉയർത്താം. ഈ 15 അടി എന്ന് പറയുന്നത് 25 ആക്കാം, 40 ആക്കാം, 100 ആക്കാം, എങ്ങനെ വേണോ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇത് കമേഴ്സ്യൽ യൂണിറ്റ്. പക്ഷേ വീടുകൾക്ക് ആവശ്യമായ യൂണിറ്റാണ്. ഇതാണ് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച് വന്നതാണിത്. കാരണം ഒരു ഇൻസിനറേറ്റർ എന്ന് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ വലിയൊരു ഫാക്ടറികളിൽ യൂസ് ചെയ്യണു, അല്ലെങ്കിൽ ഫ്ലാറ്റുകളിൽ യൂസ് ചെയ്യണു. പക്ഷെ സാധാരണക്കാരന് ഒരു വീട്ടിൽ വരെ സെറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് അത് നമുക്ക് എന്താ പറയാ മാറ്റം വരുത്തി കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിന്റെ ഒരു കുട്ടി ഫോമാണ് ഇത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ ഡൊമസ്റ്റിക് പ്ലാന്റ്. ഡ്രാഗൺ സ്ലിം എന്ന് പറയുന്ന മോഡലാണ്. പെർ ഡേ 15 kg വരെ നമുക്കിതിൽ ബേൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഡൊമസ്റ്റിക് യൂണിറ്റിലാണെങ്കിൽ പോലും ഞങ്ങൾ ഈ അറ്റാച്ച്മെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് കിറ്റാണ്, അതായത് ഗ്യാസ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ആവശ്യപ്പെട്ട കസ്റ്റമറിന് അത് എക്സ്ട്രാ അറ്റാച്ച്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ഇതിൽ ഈ പുക ഈ എക്സോസ്റ്റ് പൈപ്പിൽ എലിമിനേറ്റർ എന്ന പോർഷൻ വേണമെങ്കിൽ അതും ഇതിൽ അറ്റാച്ച് ചെയ്യാം. എല്ലാത്തിലും അറ്റാച്ച് ചെയ്യാം. പക്ഷേ കപ്പാസിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. വളരെ പ്രധാനമായിട്ട് ഞാൻ ഇതിനു മുമ്പ് പല കസ്റ്റമേഴ്സ് ഓഫീസുകളിൽ വിളിച്ചിട്ട് പല സംശയം ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് പോയിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞ പൈപ്പ് പിന്നെ അത് ഇത് കളർ മാറിയിട്ടുണ്ടല്ലോ എന്ന് അതെനിക്കൊന്ന് വ്യക്തമാക്കണമെന്നുണ്ട്. ആദ്യമായിട്ട് ഞങ്ങൾ അതായത് ഈ നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന നമ്പർ 1 ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് വെച്ച് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ ഞങ്ങൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് അതേ സാധനത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ് വളരെ ലോവസ്റ്റ് വേർഷനിലുള്ള സാധനങ്ങൾ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൈപ്പ് എന്ന് പറയുന്നത് 304 SS ആണ്. ഈ 304 SS പ്യുവർ 304 ആണ്. ഞങ്ങളുടെ കമ്പനിയുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്നാണ് ഞങ്ങൾ ഇത് കളക്ട് ചെയ്യുന്നത്. കാരണം സർട്ടിഫൈഡ് ആണ്. കാരണം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ പല ഗ്രേഡുകൾ ഉണ്ടാവില്ലേ? ഇതിൽ 202 സ്റ്റീലും ഉണ്ട്, 304 ഉണ്ട്. അതുകൂടാതെ അപ്പർ ഗ്രേഡ് ഉണ്ട്, കെമിക്കൽ ഫാക്ടറിയിൽ ഉപയോഗിക്കുന്നത്. കോമൺലി ടെമ്പറേച്ചറിനെ വിസ്റ്റാൻഡ് ചെയ്യുന്നത് 304ഉം 202 ആണ്. ഈ 202 എന്ന് പറഞ്ഞാൽ റോൾഡ് ഗോൾഡ് ഒറിജിനൽ ഗോൾഡ് പോലെയാണ്. ഈ 202 എന്ന് പറയുമ്പോൾ അത് വെറും നമ്മൾ അതിലൊരു കോട്ടിംഗ് ആണ്. ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും ആ സാധനം ഉള്ളിൽ നിന്ന് ആ കോട്ടിംഗ് ഒക്കെ പോയിട്ട് ദ്രവിച്ചു തുടങ്ങും. അതേസമയം 304 ആണെങ്കിൽ ലൈഫ് ലോങ്, അത് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു കസ്റ്റമറിന് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഈ 304-നേക്കാളും നല്ല ഗ്ലേസിംഗ് ആയിരിക്കും. അതായത് ഉപയോഗിച്ച അവസാനം അതിൽ പണി കിട്ടുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഓഫീസിൽ പറയാറുണ്ട്, നിങ്ങളുടെ ഇതേപോലെ തന്നെ സ്റ്റീലിന്റെ പലയിടത്തും വേറെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ വളരെ ലോ കോസ്റ്റ് ആണല്ലോ എന്ന്. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ 3 ഇരട്ടി വില, 202ന്റെ 3 ഇരട്ടി വിലയുണ്ട് ഈ 304 നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയലിന് 304ന്റെ. അപ്പൊ അത്രയും പ്രൈസ് കൊടുത്ത് നമ്മൾ അതിലേക്ക് പോകുമ്പം തീർച്ചയായും ഇത് കമ്പനികളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് 10 ഡിസ്ട്രിക്റ്റിൽ ബ്രാഞ്ചസുകളുണ്ട്. ആര് കസ്റ്റമർ വാങ്ങിയാലും ഫോൺ എടുത്തില്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ഞങ്ങളുടെ ഓഫീസിൽ വരാം, നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ പ്രോഡക്റ്റിന് എന്താ ഇത് സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ കളർ, ഇത് 1 മാസമല്ല 2 ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതിന്റെ കളർ മാറും, ബൈക്കിന്റെ സൈലൻസർ പോലെ. അതായത് ഈ ഒരു കളറിൽ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന കളറിലെ സ്റ്റീല് ഇതായി മാറാം. അതിന്റെ അർത്ഥം അത് തുരുമ്പിച്ചു എന്നല്ല. ഈ ക്വാളിറ്റി ഇതിന് ലൈഫ് ലോങ് ഉണ്ടാവും. ഇത് മണ്ണിനടിയിൽ ഒരു 15 വർഷം കുഴിച്ചിട്ടാൽ പോലും ഇത് കാരണം അത് ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ, ഞങ്ങൾ ഇതിൽ MS-ലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, SS-ലും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. MS ആണെങ്കിൽ പോലും കേടാകുന്ന പോർഷൻ മുഴുവനും ഞങ്ങൾ 304 SS-ലാണ് ഉണ്ടാക്കുന്നത്. അതായത് ഈ പൈപ്പ്, ഇതിന്റെ റെയിൻ ഗാർഡ്, മറ്റ് ഇത് എവിടെയൊക്കെ ഡാമേജ് പോർഷൻ ഉണ്ടോ, ഡാമേജ് ആകാൻ സാധ്യതയുണ്ടോ, അതെല്ലാം തന്നെ ഞങ്ങൾ ഈ 304-ലാണ് ഉണ്ടാക്കുന്നത്. അത് ശരിക്കും പറഞ്ഞ ഒരു 15 വർഷത്തെ സേവന പാരമ്പര്യത്തിൽ നിന്ന് കിട്ടിയത്. തീർച്ചയായും ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ ഓരോ വർഷവും ഇതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ ഇതിന് 125 കിലോ വെയിറ്റ് ഉണ്ട്. ഈ ഒരു ചെറിയ
അതെ 125 കിലോ വെയിറ്റ് ഉണ്ട് അപ്രോക്സിമേറ്റ്ലി. അപ്പൊ ആൾക്കാർ പറയാണ്ട് അവിടെ ഇങ്ങനെ വില കുറച്ച് ഇപ്പൊ പലയിടത്തും ഇങ്ങനെ ചിലരൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്ത് നിങ്ങളുടെ ഈ പ്രോഡക്റ്റിന് ഇതാണല്ലോ ഇത്, എന്നിട്ട് എന്തേ ഇതിന് വില? അവര് ഞാൻ ഒന്ന് പിടിച്ചു നോക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ ഇത് ഒരു 4 പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത് പിടിച്ചു മാറ്റി വെക്കാൻ പറ്റുമോ? അതെന്ന് പറയുന്നത് വെയിറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതും പോയിട്ട് ഇതിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന 1200 ഡിഗ്രി വിസ്റ്റാൻഡ് ചെയ്യുന്ന കെമിക്കലാണ് ഇതിനുള്ളിൽ ഞങ്ങൾ റിഫ്രാക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ കാണുന്ന ഇരുമ്പ് കൂടിന്റെ ഉള്ളിലുണ്ട് അങ്ങനെ ഒരു കവചം വരുന്നുണ്ട്. അത് ഞാൻ അപ്പുറം വരുമ്പോ കാണിച്ചു തരാം. അപ്പൊ 1200 ഡിഗ്രി ഹീറ്റ് ഇതിന് വിസ്റ്റാൻഡ് ചെയ്യും. അകത്തുനിന്ന് ഒരിക്കലും ഇവിടെ തുരുമ്പ് വരില്ല. ഇരുമ്പിന്റെ MS-ന്റെ ഇൻസിനറേറ്റർ ആണെങ്കിൽ അകത്തുനിന്ന് ഒരിക്കലും തുരുമ്പ് വരില്ല. കാരണം അകത്തൊക്കെ വാർക്കകത്ത് കമ്പി കിടക്കും പോലെ ഇതിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് മോൾഡഡ് ആണ്. ഈ കെമിക്കലും ഉണ്ട്, ഈ പറയുന്ന റിഫ്രാക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്. അതുകൊണ്ട് അകത്തുനിന്ന് ഒരിക്കലും തുരുമ്പ് വരില്ല. തുരുമ്പ് വരുന്നത് പുറത്തുനിന്ന് നമ്മൾ വീട്ടിലെ ഗേറ്റ് ഒക്കെ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് എല്ലാ വർഷവും പെയിന്റ് ചെയ്ത് കൊടുത്താൽ 15 വർഷമായാലും പുതിയതുപോലെ ഇരിക്കും. അതേസമയം ഇത് പെയിന്റ് നമ്മൾ ചെയ്യാതെ ചില കസ്റ്റമർ 4 വർഷമൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ല, കത്തുന്നുണ്ടല്ലോ. പക്ഷെ അത് ഇതിലേക്ക് റസ്റ്റ് പിടിച്ചു കഴിഞ്ഞ് ഇതിൽ കുത്തല് വീണ് ഇത് പാളിയായിട്ട് ഇളകാൻ തുടങ്ങി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ വർഷവും അത് പെയിന്റ് മാത്രം ചെയ്താൽ. കാരണം ഇത് നമ്മൾ ഔട്ട്ഡോർ ഇടുന്ന ഒരു വസ്തുവാണ്. നമുക്കറിയാം, നമുക്ക് പുറത്ത് കിടക്കുമ്പോഴുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കാനായിട്ട് എന്തായാലും വർഷത്തിൽ ഒരു തവണ അല്ലേ ഇതിനെ നമ്മൾ പെയിന്റ് അടിച്ച് ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലങ്ങളോളം അവിടെ കിടന്നോളൂ അല്ലേ. പെയിന്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ അടിച്ചിരിക്കുന്നത് അലുമിനിയം പെയിന്റ് എന്നാണ് എല്ലാവരുടെയും ധാരണ. സത്യമാണ്, ഇതൊരു അലുമിനിയം പെയിന്റ് ആണ്. പക്ഷെ ഇത് HR അലുമിനിയം പെയിന്റ് ആണ്. ഞങ്ങളുടെ മാർക്കറ്റിൽ MRF-ന്റെ 600 ഡിഗ്രി ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യുന്ന HR പെയിന്റ് ആണ് ഇതിൽ അടിച്ചിരിക്കുന്നത്. അതിന് 1 ലിറ്ററിന് 1100 രൂപയോളം വിലയുണ്ട്. 150 രൂപയുള്ളൂ ഈ കളർ കിട്ടുന്ന പെയിന്റിന്. അലുമിനിയം പെയിന്റിന് 150-200 രൂപയുള്ളൂ. ഞാൻ പറഞ്ഞ പെയിന്റിൽ വരെ ഞങ്ങൾ വളരെ ടെക്നിക്കലായിട്ട് എഞ്ചിനീയറിംഗ് ആയിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന കോമ്പൗണ്ട്, പുകയില്ലാത്ത അടുപ്പിന് ഉപയോഗിക്കുന്ന കിലോയ്ക്ക് 420, ഇത് ഒരു 25 കിലോയുടെ ബാഗിന് 500 രൂപ 750 രൂപ വിലയുള്ള സാധനമുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന 3000-ലധികം വിലയുള്ള കോമ്പൗണ്ടുകളാണ് കൊമേഴ്സ്യൽ പ്ലാന്റിൽ. അതിനോടനുബന്ധിച്ചാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം ഞങ്ങൾ മാനുഫാക്ചറിങ് നമുക്കിപ്പോൾ ബൾക്ക് സെയിലുള്ളത് കൊണ്ട് ഞങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ഒറിജിനൽ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് കിട്ടും. പിന്നെ ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മറ്റൊരു കാര്യം പറയേണ്ട, പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഇതെന്തേ പിന്നെ ഇതിൽ വാങ്ങി വെച്ചിട്ട് ഈ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങി വെച്ച് ഞങ്ങൾക്ക് എന്താ പ്രയോജനം, വെറുതെ ഇട്ട് കത്തിച്ചാൽ പോരെ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ജസ്റ്റ് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പലതരത്തിലുള്ള ഒരു ഫയർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചായിരുന്നു എല്ലാം നമുക്ക് ക്ലിയർ കട്ടിൽ കാണിച്ചു തരാനുള്ള രീതിയിൽ എല്ലാം ഇവിടെ സജ്ജാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിന്റെ ഒരു എന്താ പറയാ, നമ്മുടെ പ്രൊഡക്റ്റ് ഒക്കെ അവിടെ ഒരുപാട് ഇരിക്കുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയി വന്നാലോ? ഓക്കെ, എന്തായാലും നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ മൊത്തത്തിലൊന്ന് ഞാൻ കാട്ടിത്തരാം. അപ്പൊ നമ്മൾ മേഡയിൽ ഇൻസിനറേറ്റേഴ്സിന്റെ വെയർ ഹൗസിലെ കാഴ്ചകളാണ്. ഇനി നമ്മൾ വന്നപ്പോൾ ഒരുപാട് ഇൻസിനറേറ്ററുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടു. ഇതെല്ലാം ഓർഡർ വന്നിരിക്കുന്നതാണോ? ഇല്ല, ഓർഡർ തന്നിരിക്കുന്നത്, അഡ്വാൻസ് തന്നിരിക്കുന്നത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് ഞങ്ങൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് മാത്രം ഉള്ള വെയർ ഹൗസ് ആണ്. ഇങ്ങനെ പല വെയർ ഹൗസുകളും ഞങ്ങൾക്ക് ഉണ്ട് എല്ലാ ജില്ലകളിലും. ഓൾമോസ്റ്റ് ഒരു 4-5 ജില്ലകളിലായിട്ട് ഞങ്ങളുടെ വെയർ ഹൗസ് ഉണ്ട്. നേരിട്ട് വന്ന് കാണാം. അതെ, ഒരിക്കലും ഒരു ഷോർട്ടേജ് വരില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു ഷോർട്ടേജ് ഇല്ല. അത്രമാത്രം ഞങ്ങൾ അതിന്റെ ഗോഡൌണിൽ ഞങ്ങൾ അതിന്റെ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ച കേട്ടോ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അതായത് ഇത് മാനുഫാക്ചർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഇവരിവിടെ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് അല്ലേ? അല്ല, നമ്മുടെ മാനുഫാക്ചറിങ് നടക്കുന്നത് വേറെ യൂണിറ്റിലാണ്. മാനുഫാക്ചർ കഴിഞ്ഞിട്ട് റെഡി ടു ഡെലിവറി ആയിട്ടാണ് ഇവിടെ വരുന്നത്. അതെ, ഇവിടെ നിന്നാണ് ഡിസ്പാച്ച് ചെയ്യുന്നത്. കാരണം ക്വാളിറ്റി കൺട്രോൾ എല്ലാം നോക്കി വെരിഫിക്കേഷൻ ചെയ്ത് റെഡി ടു സെയിൽ എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ ആ സാധനങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് നേരെ എടുത്ത് കസ്റ്റമർക്ക് ഡെലിവറി. ഓക്കെ, ഇവിടെ നമ്മൾ വന്നപ്പോൾ ഈ 2 കളറിൽ ഇപ്പോൾ നോക്കി MS-ലാണെങ്കിലും അതുപോലെ തന്നെ ഇവിടെ ഒരു എന്താ പറയുക പെയിന്റ് അടിച്ചിരിക്കുന്ന രീതിയിൽ 2 എണ്ണം കാണാൻ പറ്റുന്നുണ്ട്. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഞാൻ പറഞ്ഞില്ല, വീടുകൾക്കുള്ളതാണ്. ഏറ്റവും ചെറിയ മോഡലാണ് 15 kg ഡ്രാഗൺ സ്ലിം എന്ന് പറഞ്ഞാണ് ഇതിൻ്റെ പേര്. ഇത് പ്യുവർലി 304 SS ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഫുള്ള് 304 SS. പാർഷ്യൽ എന്ന് പറയാറില്ല, കാരണം ചില കസ്റ്റമർ പറയാണ്ട് ഞാൻ ഇവിടേക്ക് പോയപ്പോൾ അവർ 50% 304, 20% 202 ഇങ്ങനെയൊക്കെ പറയാറ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പാർഷ്യലില്ല, ഫുള്ളി 304 ആണ്. കാരണം ഏതെങ്കിലും ഭാഗം ഡാമേജ് ആയി കഴിയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ 20% കേടാകുന്ന 202-ൽ പെട്ടാന്ന്. ഞങ്ങൾക്ക് അങ്ങനെ
പറയാനില്ല. ഇത് ഡാമേജ് ആവുമെങ്കിൽ കമ്പനിയുടെ മിസ്റ്റേക്കാണ്. ഓക്കെ, അതെന്ന് വെച്ചാൽ MS-ലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. MS എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീൽ, ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയത്. ഏകദേശം ഇതിന്റെ അടുത്ത് ലൈഫ് അത് കിട്ടും. പക്ഷെ അതിനൊരു അറ്റൻഷൻ ആവശ്യമാണ്. എല്ലാ വർഷവും നമ്മൾ പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇതിനൊന്നും വേണ്ട. കാരണം എബ്രോഡുള്ള ഒത്തിരി പേര് വാങ്ങാറുണ്ട്. അവർ വാങ്ങി വെച്ചിട്ട് ഉപയോഗിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു വന്നാൽ ഇത് അതേപടി തന്നെ ഇരിക്കും. കാരണം ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ നട്ടും ബോൾട്ടും ഉൾപ്പെടെ ഡാമേജ് ആവില്ല. എല്ലാം പ്യൂർലി SS ആണ്. അതാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ചൂടായി തണുത്ത് കഴിയുമ്പം ഈ മൈൽഡ് സ്റ്റീലിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അത് തുരുമ്പിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ നമുക്ക് ഈ എല്ലാ മാസവും നമുക്ക് എല്ലാ വർഷവും നമുക്കത് പെയിന്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ശരിയാണ്. സ്വാഭാവികമായിട്ടും ഈ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽ ആവുമ്പോൾ നമുക്ക് കൊറോഷൻ ഒക്കെ സംഭവിക്കാം, ഒരുപാട് ഓക്സിഡേഷൻ ഒക്കെ സംഭവിക്കാം. ഇതിപ്പോ എന്തെങ്കിലും സംഭവിച്ചാലും ഒരു വർഷം എല്ലാ വർഷവും പെയിന്റ് എടുത്ത് അത് അതേപടി തന്നെ ഉണ്ടാവും. ഇയാളാണെങ്കിൽ തിരിഞ്ഞ് ഞങ്ങളുടെ പ്ലാറ്റിനം മോഡലിൽ പെട്ടതാണ്. പ്ലാറ്റിനം മോഡലിൽ പെട്ടത്. ഇത് ഒരു കാലത്ത് യാതൊരു ഡാമേജോ അങ്ങനെയൊന്നും വരില്ല. പക്ഷേ ഈ വീടുകൾക്ക് തന്നെ ഇത് ചെറിയ മോഡലാണ്. ഇതിന്റെ വലിയ മോഡൽ, ഈ 2 മോഡലേ ഉള്ളൂ. ഇത് ഡ്രാഗൺ ഹെവി എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഡ്രാഗൺ ഹെവി ഇത് 20 kg ആണ് കപ്പാസിറ്റി. അത് 15 kg, ഇത് 20 kg ആണ് ഡിഫറൻസ്. അപ്പൊ ഡയപ്പേഴ്സ് ഒക്കെ കണ്ടമാനം ചില ബെഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ദിവസം 10-15 ഡയപ്പേഴ്സ് ഉണ്ടാവും. ആ ഡയപ്പേഴ്സ് ഉണ്ടാകുമ്പോൾ ഇതിനകത്ത് ഈ ഡയപ്പേഴ്സിന്റെ പ്രത്യേകത വോളിയം കൂടുതൽ വേണം. കിലോ കുറവായിരിക്കും, പക്ഷെ വോളിയം വേണം. അപ്പോൾ ഓരോ 2 വീടെടുത്ത് കത്തിക്കുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 5 ഡയപ്പറൊക്കെ ഉള്ളവർക്ക് അത് ഉപയോഗിച്ചാൽ മതി. അതേസമയം അതിൽ കൂടുതൽ ഡയപ്പേഴ്സ് ഉള്ളവർ ഇതിലേക്ക് പോകും. ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇൻസിനറേറ്ററിന്റെ പുറം മൂടിയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു നല്ല ഡിസൈനാണ് ഇവിടെ. എന്തായാലും എനിക്ക് കണ്ടിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അതായത് വീടിനോട് ചേർന്ന് വെക്കുമ്പോൾ തന്നെയും ഒരു വെക്കലായിട്ട് തോന്നുന്നില്ല. ശരിക്കും ഒരു വീടിനോട് ചേർന്ന് ക്യൂട്ടായിട്ട് പോകുന്ന ഒരു ഡിസൈനാണ്. പക്ഷെ ഇതിന്റെ ഉള്ളെന്താണെന്ന് കാണാൻ ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടാവും. കാരണം സാധാരണ ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ഡബ്ബ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇൻസിനറേറ്റർ ആവില്ലല്ലോ. അതെ, അപ്പോൾ അത് ആളുകൾക്ക് സംശയം ഉണ്ടാവും. കാരണം മാർക്കറ്റുകളിലൊക്കെ കുറെ അങ്ങനത്തെ ഉണ്ടോ അല്ലേ? തീർച്ചയായും. കാരണം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ലോ ക്വാളിറ്റി ലോ പ്രൈസ് എന്ന് പറയുമ്പോൾ ആരും ലാഭമില്ലാതെ ബിസിനസ് ചെയ്യില്ല. ശരിയാണ്. ലോ പ്രൈസ് ആകുമ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റിയിൽ കുറയ്ക്കുക എന്നാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞങ്ങൾ ഇതിൽ ഉപയോഗിക്കുന്ന റിഫ്രാക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഇത് ഡ്രാഗൺ സ്ലിമ്മിൽ ഉപയോഗിക്കുന്നതല്ല, ഹെവിയിൽ ഉപയോഗിക്കുന്നത്, അതല്ല കമേഴ്ഷ്യൽ പ്ലാന്റിൽ ഉപയോഗിക്കുന്നത്. കാരണം ഓരോന്നിനും ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. 1200 ഡിഗ്രി ഹീറ്റ് സ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഡ്രാഗൺ സ്ലിമ്മിൽ ഉപയോഗിക്കുന്നത്. ഇതത് 1400 ആവും. അടുത്ത 1600, 1800. ഇതിന്റെ കപ്പാസിറ്റി വലിപ്പം കൂടുന്നതിനനുസരിച്ച് ഇതിന് ടോട്ടലി അതിന്റെ സ്ട്രക്ചർ ഡിഫറെന്റ് ആകുകയാണ്. ഈ കോമ്പൗണ്ടാണ് ഇതും കംപ്ലീറ്റ് ലൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എത്ര നാളായാലും ഇതൊന്നും കുത്തിപ്പൊളിക്കാതെ ഇത് പൊളിഞ്ഞു പോകത്തില്ല. നശിപ്പിക്കണമെന്ന് വിചാരിച്ച് ചിസലിലെടുത്ത് കുത്തിപ്പൊളിച്ചാൽ മാത്രമേ ഈ കെമിക്കൽ ഇതിൽ നിന്ന് വിട്ടുപോകൂ. ആ രീതിയിലാണ് ഞങ്ങളത് കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് അതിൻ്റെതായ ഗുണമാണ്. കാരണം വെച്ചാൽ ഞങ്ങളിത് സ്റ്റാർട്ടിങ് സമയത്ത് പിന്നെ വാറന്റി കൊടുത്തിരുന്നത് SS ആയാലും MS ആയാലും 1 year ആണ്. ഇപ്പം ഞങ്ങളുടെ കമ്പനി 15 വർഷമായി. 15 വർഷമായപ്പോൾ ഇപ്പം ഞങ്ങൾ ഇതിനെ അപ്പൊ ഇപ്പോഴും ആ സാധനം ആൾക്കാർക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കമ്പനി എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇപ്പൊ ഈ വർഷം തൊട്ട് കമ്പനി ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 വർഷം എന്നത് 3 വർഷമാക്കി. 3 വർഷത്തേക്ക് വാറണ്ടി, അതായത് വാറണ്ടി ഇത് സ്ലിമ്മിനാണെങ്കിൽ ഏറ്റവും ഡൊമസ്റ്റിക് യൂണിറ്റിന്, MS-നാണെങ്കിൽ 1 വർഷം എന്നത് 3 വർഷമാക്കി. ഈ SS എന്നത് 1 വർഷം എന്നത് ഒറ്റയടിക്ക് 5 വർഷമാക്കി. കാരണം ഞങ്ങൾക്കറിയാം 15 വർഷമായാലും കേടായിട്ടില്ലെങ്കിൽ പിന്നെ ഇത് 5 വർഷം കൊടുക്കണതിന് എന്താ കുഴപ്പം. അപ്പൊ അതായത് ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മള് ഇപ്പോ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് ലാഭം നോക്കി നമ്മള് എന്താ പറയാ അത്യാവശ്യത്തിന് ഒരെണ്ണം വാങ്ങി വെച്ച് ചിലപ്പോൾ അത് 1 വർഷമോ 2 വർഷമോ നിന്നിരിക്കാം. പക്ഷെ നമ്മൾ ചേട്ടൻ പറയുന്നത് ഇവിടെ നിന്ന് വാങ്ങിച്ചു വെക്കുന്ന സാധനം 15 വർഷമായാലും 20 വർഷമായാലും നമുക്കത് പിന്നീട് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ പറ്റും. കമ്പനിയുടെ ഒരു മാനുവൽ ഉണ്ട്. എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ എന്ത് സാധനം മേടിച്ചാലും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഒരു മാനുവൽ ഉണ്ടാവും. ഞങ്ങളുടെ മാനുവൽ പ്രകാരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇത് കേടുവരില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് വരുന്നെങ്കിൽ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ അവർ വാങ്ങുന്ന സാധനം അവർ ഉപയോഗിക്കുന്ന ഒരു കമേഴ്ഷ്യൽ പർപ്പസിനാവും. നമ്മൾ ചെന്ന് നോക്കില്ല അവരെന്താ ചെയ്യുന്നത്. ചിലർ വന്ന് പറയാറുണ്ട്, എനിക്ക് ലൈസൻസിന് വേണ്ടി തൽക്കാലം ഒരെണ്ണം പേരിന് വെച്ചാൽ മതി, എനിക്ക് ഇത് മതി.
അവരെ നമ്മൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അവർ കൊണ്ടുപോയി വെക്കുന്ന ഒരു ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റിലോ അപ്പാർട്ട്മെന്റിലോ ആയിരിക്കും. അപ്പോൾ ആ അപ്പാർട്ട്മെന്റിൽ കൺസ്ട്രക്ഷൻ കമ്പനി അവരുടെ മിനിമൈസ് ചെയ്തിട്ടായിരിക്കും അവരൊരു സാധനം ഈ പറഞ്ഞ് വെച്ച് കൊടുക്കുന്നത്. പക്ഷേ 2 വർഷം കഴിയുമ്പോൾ അവർക്കത് പോരാണ്ട് വരും. 50 ഫ്ലാറ്റിനൊന്നും ചെറിയൊരു യൂണിറ്റ് കാര്യമില്ല. ഞങ്ങളടുത്ത് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവരത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ഇഷ്ടമുള്ളത് മേടിക്കും. പക്ഷേ അതിന് ഈ പറഞ്ഞ 15 കിലോ ഉപയോഗിക്കേണ്ട സാധനം മേടിച്ചിട്ട് 50 കിലോ ഉപയോഗിച്ചാൽ അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. അല്ല, ഒരു വീടിനെന്ന് പറയുന്ന സാധനം വാങ്ങിയാൽ തീർച്ചയായും ഇപ്പോഴത്തെ ഞങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് 15 വർഷം ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളൂ. ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അന്ന് നമ്മൾ തീർച്ചയായും യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എന്താ ഇതിന് ഈ മൈൽഡ് സ്റ്റീലിന് 3 വർഷം വാറണ്ടിയാക്കി മാറ്റി ഞങ്ങൾ. അത് തന്നെ ഞങ്ങൾ എക്സ്റ്റൻഡഡ് വാറണ്ടി ആയിട്ട് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റൻഡഡ് വാറണ്ടി 5 വർഷം ഞങ്ങൾ ആക്കി കൊടുക്കും. കമ്പനിയുടെ ഇത് മാനുവൽ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ 5 വർഷം MS വാറണ്ടി കിട്ടും. അതായത് അവർ എല്ലാ വർഷവും സർവീസ് ചെയ്തിരിക്കണം. എങ്കിലല്ലേ നമ്മൾ കൊണ്ടുവച്ചിട്ട് ഇവിടെ ഇങ്ങനെ കണ്ടമാനം ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. വാറണ്ടി പീരീഡ് നമ്മളൊരു എന്താ പറയുക, ഒരു മതിൽക്കെട്ടായിട്ട് വെച്ചാലേ അവര് സർവീസ് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് മാത്രം. അപ്പൊ 3 വർഷം ഉപയോഗിക്കുന്നതിന് കമ്പനി 5 വർഷത്തേക്ക് വാറണ്ടിയാണ് മൈൽഡ് സ്റ്റീലിന്, കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അതുപോലെ ഈ SS-നാണെങ്കിൽ ഈ 5 വർഷം എന്നുള്ളത് 10 വർഷമാണ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നത്. SS-ന് 10 വർഷം എക്സ്റ്റൻഡഡ് വാറണ്ടി കിട്ടും. കമ്പനി പറയുമ്പോൾ അത് ഒരു വർഷം നമ്മൾ കൊണ്ടുവന്നത് വെച്ച് കഴിഞ്ഞാൽ 10 വർഷത്തേക്കുള്ള എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നിലവിൽ 10 വർഷത്തെ വാറണ്ടിക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ നോർമലി 5 വർഷം അവർക്ക് വാറണ്ടിയിലാണ് ഞങ്ങൾ ഇപ്പൊ കൊടുക്കുന്നത്. കാരണം അത് ഞങ്ങൾക്കറിയാം 15 വർഷമായിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ 5 വർഷമായിട്ട് ഒന്നും ചെയ്യാൻ പോകും. അത് നമ്മളുടെ ഒരു വിശ്വാസമാണ്. കാരണം എക്സ്പീരിയൻസ് ആണ്. അതെ. മേഡയിൽ ഇൻസിനറേറ്ററിൽ നമ്മൾ വന്നപ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഉണ്ട്. നേരിട്ട് വന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് എപ്പോഴെങ്കിലും വരാം അല്ലേ? തീർച്ചയായും. ഇവിടെയല്ല, ഇത് ഞങ്ങളുടെ വെയർ ഹൗസ് ആണ്. ഞങ്ങളുടെ ഇതെല്ലാം തന്നെ ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസിലും ഡിസ്പ്ലേ ഉണ്ട്. ഒറിജിനൽ പ്രോഡക്റ്റ് ഡിസ്പ്ലേ ഉണ്ട്. അതിൽ നിന്നും ഞങ്ങൾ അവിടെ ആൾക്കാരെ കാണിച്ച് ഓർഡർ എടുത്തിട്ട് ആ ഓർഡർ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലെ ഇത് വെയർ ഹൗസിൽ നിന്നാണ് അത് പോകുന്നത്. അപ്പോൾ ഇൻസിനറേറ്ററുകളുടെ വലിയൊരു ലോകം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ മോഡലുകൾ തുടങ്ങിയിട്ട് ഇവിടെ നടന്ന് കാണാനുള്ള കാഴ്ച തന്നെയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പം വരുന്നുണ്ട്. ഇതിലും വലുത് നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായും ഇതിന്റെ വലുത് ഒത്തിരി മോഡൽസ് ഉണ്ട്. പക്ഷെ അത് വേറെ വെയർ ഹൗസിലാണ്. കാരണം അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ക്രെയിൻ ഒക്കെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വേറൊരു വെയർ ഹൗസിലാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ആണെങ്കിൽ ഇപ്പൊ ആദ്യം കണ്ടതാണെങ്കിൽ 20 kg, അത് കഴിഞ്ഞിട്ട് ഇത് 30 kg കമേഴ്സ്യൽ പ്ലാന്റ്. ഇതാണ് നമ്മൾ ആദ്യം അവിടെ തുറന്ന് കണ്ടത്. അതെ, 30 kg. അതിന്റെ MS ആണ്. ഇതിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ പോകുന്നത് 50 kg. ഇത് 50 kg. അതെ, 50 kg. ഇത് നോർമലായിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഒത്തിരി ഇത് ഉപയോഗിക്കുന്നതാണ്. അതേസമയം ഇതിലും വലുത് ഒത്തിരി ഉണ്ട്. നമ്മളുടെ കയ്യിൽ ഞങ്ങളുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ട്. ഞങ്ങൾ അടുത്തൊരു വെയർ ഹൗസിൽ. ഇതിന് ഉള്ളിലെന്ന് വെച്ചാൽ അതിൽ കോമ്പൗണ്ടാണ് പറഞ്ഞത്. ഇതിനുള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 ഡിഗ്രി ഹീറ്റ് വിസ്റ്റാൻഡ് ചെയ്യുന്ന ബ്രിക്സ് ആണ്. ഈ ബ്രിക്സ് ഞങ്ങൾ ചെയ്യുന്ന ബ്രിക്സ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിപ്പൊളിച്ച് കളയണമെങ്കിൽ പോലും ഒരു പണി ചെയ്യുന്ന ഒരാൾക്ക് 1 മണിക്കൂർ വേണം ഒരു ബ്രിക്ക് ഇതിനുള്ളിൽ നിന്ന്. കാരണം അത് വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇളകി പോരില്ല. ആ രീതിയിലുള്ള സാധനം ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വന്നപ്പോൾ കുറെ ബ്രിക്കുകൾ ഇതെല്ലാം ഇതിന് ഉപയോഗിക്കുന്നതാണ്. പല മോഡൽസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം ബ്രാൻഡിന്റെ മാത്രമേ ഇവിടെ ഉപയോഗിക്കുന്നുള്ളൂ. സാധാരണ ഫൈബ്രിക് അല്ല ഇത്. ഇങ്ങനെ ഫയർ ബ്രിക്ക് ആണ്. ആ ഫയർ ബ്രിക്സിൽ തന്നെ പല കാറ്റഗറി ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. അപ്പൊ ഫയർ ബ്രിക്ക് പല കമ്പനിയുടെ ഉണ്ട്, നല്ല കമ്പനികളുടെ ഉണ്ട്. അപ്പൊ ഞങ്ങള് നല്ലൊരു കമ്പനിയുടെ നോക്കിയിട്ടൊക്കെയാണ് ഞങ്ങൾ ആരംഭം മുതലേ ചെയ്യുന്നത്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഒരു കമ്പനിയുടെ സീക്രട്ടുകൾ ഉണ്ടാവും, ട്രേഡ് സീക്രട്ടുകൾ എന്ന് പറയുന്ന പോലെ. അത് നമ്മൾ എന്തായാലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനിയിപ്പോ ഞാൻ വന്നപ്പോ തുടങ്ങി എനിക്ക് കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഇൻസിനറേറ്ററിലെ ഫയറിംഗ് ടെക്നിക്ക് എന്താണ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേർക്കും ഇനി അത് കാണാനായിരിക്കും ഒരു ആകാംക്ഷ ഉണ്ടാവുക. എന്തായാലും നമുക്ക് ഇനി അതിലേക്ക് പോകാം അല്ലേ? അങ്ങനെ ഇൻസിനറേറ്ററിൽ ഇനി എങ്ങനെയാണ് കത്തുന്നതെന്നുള്ള കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരു 4 മോഡലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസുകളിൽ കസ്റ്റമേഴ്സ് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ഈ വെറുതെ ഒരു പാട്ട എടുത്ത് കത്തിക്കുന്നതിലും വെറുതെ ഒരു പാട്ട ഇട്ട് കത്തിക്കുന്നതിലും നിങ്ങൾ മേടിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം, എന്തിനാ ഇത്രയും കാശ് വേസ്റ്റ് കത്തിക്കാൻ കളയുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാനൊരു ഡെമോ ഒന്ന് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ അവർക്ക് കാണാൻ പാകത്തിനുള്ള ഒരു ഡെമോയാണ്. നമ്മൾ നേരെ കാണിച്ചു കൊടുക്കുക എന്താ സംഭവം. ഒരു എക്സാമ്പിൾ പറയാം. ഇത് ഒരു തുറന്ന
ഒരു പാട്ടയാണ്. ഓ, ഇതിൽ നമ്മളിട്ട് കത്തിക്കുകയാണ്. ഇത് ഒരുപാട് അപകടമാണ്. സാധാരണ നമ്മുടെ കാണുന്നില്ല. അപ്പൊ ഇൻസിനറേറ്റർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു വരികയാണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കത്തിക്കഴിയുമ്പോൾ തീ കണ്ടമാനം ആളിക്കത്തും. ഈ ആളിക്കത്തുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചിരട്ടയോ മണ്ണെണ്ണയോ എന്തൊക്കെ ഇട്ട് ഇത് കത്തിച്ചാലും ഈ തുറന്ന പുക വരുന്നത് പുറത്തോട്ടാണ്. അത് അന്തരീക്ഷത്തിന് ഭയങ്കര ഡാമേജ് ആണ്, ഇല്ലീഗലുമാണ്. അതും പോയിട്ട് ദേ നിങ്ങൾ ഈ കാണുന്നു. ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞ് ഇത് കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരു പക്ഷേ കത്തിയോടത്ത് നിന്ന് കെട്ടുമോ? അതും പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നാൽ പിറ്റേ ദിവസം കത്തിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത്ര വലിപ്പമുള്ള പാട്ട് എന്നും എടുത്തിട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ഒന്ന് നിയമവിരുദ്ധം, രണ്ട് മഴക്കാലത്ത് ഇത് കത്തിക്കാൻ പറ്റില്ല. ഈ തീ ആളുമ്പോ നമ്മുടെ പിള്ളേര്, കുഞ്ഞു പിള്ളേരോ ആരെങ്കിലും വന്ന് ഇതിലേക്ക് പിടിക്കുകയോ വീഴുകയോ ചെയ്താലുള്ള അവസ്ഥ നമ്മൾ എന്തെങ്കിലും. അപ്പൊ ഇതൊരു സേഫ് ഫയറിങ്ങേ അല്ല. ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഇതിപ്പോൾ കത്തുമ്പോൾ ഉള്ള ഡേഞ്ചർ നിങ്ങളൊന്ന് നോക്കിക്കോ. ഇപ്പൊ ഇത് കണ്ടോ, ഒരു ഓപ്പൺ ഫയറിംഗ് ആണ്. ഇത് നിയമവിരുദ്ധമാണ്. ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു അവയർനെസ് ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. കാരണം മറ്റുള്ളവരെ പറഞ്ഞു തരാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് അത്രേ ഉള്ളൂ. ഇത് ദേ ഒരു പാട്ടയിലിട്ട് നമ്മൾ വേസ്റ്റ് കത്തിക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് നിൽക്കാൻ പറ്റുന്നുണ്ടോ? നല്ല ചൂടുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഇപ്പൊ മഴയാണ്, നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് ഇങ്ങനെ കത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഇത് കത്തിക്കഴിഞ്ഞു, ഇത് ഒരു 2 മണിക്കൂറെങ്കിലും ഈ ചൂട് നിൽക്കും. നമുക്ക് ഇതിനെ എടുത്ത് ഒരിടത്ത് മാറ്റി വെക്കാൻ പറ്റില്ല. ഓർത്ത് നോക്കിയേ, കുഞ്ഞു പിള്ളേരൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓടി വന്ന് ഇതിനകത്തേക്ക് പിടിക്കുകയും വീഴുകയും ചെയ്യും. കൈയുടെ തോലി അങ്ങനെ ആ ചൂടുകൊണ്ട് അവർ അതിനകത്തേക്ക് പോവാം. അപ്പൊ അതൊരു ഭയങ്കര ഒരിക്കലും ഒരു ഓപ്പൺ ഫയറിംഗ് ചെയ്യാൻ പാടില്ല. തുറന്ന പാട്ടയിലിട്ട് ഒരു തരത്തിലും കത്തിക്കാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ആക്രിക്കടയിൽ പോയി കഴിഞ്ഞാൽ 500 രൂപയ്ക്ക് ഒരു പാട്ട് കിട്ടും. നമ്മൾ എളുപ്പം വിചാരിച്ചാൽ കത്തിക്കും. ഒന്ന്, നിയമവിരുദ്ധമാണ്. 2, മഴക്കാലത്ത് അത് ഉപയോഗിക്കാൻ പറ്റില്ല. ടോക്സിക് ഗ്യാസുകളാണ്. നമ്മുടെ വീട്ടിലെ കൊച്ചുമക്കൾക്ക് വരെ അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. തിരിച്ചടുത്തൊരു ഇൻസിനറേറ്റർ ലെവലിലേക്ക് പോവാം. എങ്കിലും അതൊരു ഇൻസിനറേറ്റർ അല്ല. ഞാൻ അതും ഒരു അവയർനെസ്സിന് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിലും നമ്മളിത് മേഡയുടെ ഒരു ബ്രാൻഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഇൻസിനറേറ്റർ ആണോ? അപ്പോൾ ശരിക്കും ഇതൊരു ഇൻസിനറേറ്റർ അല്ല. ഇത് വെറുതെ ഒരു ക്ലോസ്ഡ് ചേംബർ ആണ്, ഒരു ലോഹക്കൂട്. ഇതിൽ ഒരേ ഒരു ഗുണമേ ഉള്ളൂ, ഈ ഓപ്പൺ ഫയർ നമ്മുടെ നേരത്തെ ഡയറക്റ്റ് അടിക്കില്ല. വളരെ അപകടകാരിയാണിത്. സെയിലല്ല, ഞങ്ങൾ ആൾക്കാരെ അവെയർ ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അതേസമയം കുറച്ച് പേപ്പേഴ്സ് എന്തെങ്കിലും കത്തിക്കാനുള്ളെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതിൽ ആ കോമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിന് തീ കത്തുന്നുണ്ടോ? ഇതിൽ തീ കത്തുന്നു. ഇതിന്റെ തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര പൊള്ളുന്ന ചൂടാണ്. ഞാൻ ഇച്ചിരി വെള്ളം പുറത്തൊഴിച്ച് കാണിച്ചു തരാം. നല്ല ചൂടറിയാൻ പറ്റുന്നുണ്ട്. കാരണം ഇതിനുള്ളിൽ കോമ്പൗണ്ട് ഇല്ല. മറ്റുള്ളതിൽ റിഫ്രാക്റ്റീവ് കോമ്പൗണ്ട്, റിഫ്രാക്റ്റീവ് ബ്രിക്ക് ഉണ്ട്. പ്ലെയിൻ ഒരു ലോഹക്കൂട് മാത്രമാണ്. ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതേ ടെമ്പറേച്ചറിൽ തന്നെയാണ് ഇതും കത്തുന്നത്. പക്ഷെ ഇങ്ങനെ തുറന്ന് കത്തുന്നില്ല എന്ന് മാത്രം. മനസ്സിലായി? അപ്പൊ ഇതിനെ ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ഒരു ഇരുമ്പ് കൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ട് വെക്കുന്നവര് ഒരിക്കലും അത് അറിയാതെ വെക്കരുത്. അറിഞ്ഞുകൊണ്ടാണ് ഇതാണ് സംഭവം. ഇതൊരു ലോഹക്കൂടാണ്, ഇത് ഇൻസിനറേറ്റർ അല്ല. ജസ്റ്റ് ഒരു മഴ നനയാതെ നമുക്ക് കത്തിക്കാൻ പറ്റുന്നത്. അപ്പോഴെന്താ പറ്റുന്നത്? ഇങ്ങനെ ഒരു സാധനം ഞാൻ ഇരുമ്പിൽ പോലും കാണിക്കാത്ത എന്തുകൊണ്ടെന്നറിയോ? അങ്ങനെ കാണിച്ച ഒരു 2 വർഷം ഇരിക്കില്ല ആ ഒരു പ്രോഡക്റ്റ്. ഈ സാധനം ഇങ്ങനെ നമ്മൾ വീട്ടിൽ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കുഞ്ഞു പിള്ളേർ വന്ന് പിടിച്ചാൽ എന്തിരിക്കും? ഒന്ന് ശ്രദ്ധിക്കുന്നേ, കണ്ടോ? വില കുറയാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലോ. നമ്മുടെ കുഞ്ഞു പിള്ളേർ വന്ന് ഇതിൽ ഒന്നും കണ്ടു കഴിഞ്ഞാൽ കൈയുടെ തൊലി അതിലിരിക്കും, സ്റ്റിക്ക് ചെയ്തിരിക്കും. കാരണം എന്താ? ഇത് കുഞ്ഞു പിള്ളേർ നോക്കുമ്പോൾ ഇതിനകത്ത് കത്തുന്നുണ്ടെന്ന് പോലും അറിയില്ല. ശരിയാണ്. അപ്പൊ ഒരിക്കലും ഒന്നിത് ഇൻസിനറേറ്റർ അല്ല, വെറുതെ ഒരു കവചം. ആ കവചം മൂടി ഒരു ഇൻസിനറേറ്ററിന്റെ രൂപത്തിൽ വെച്ചിരിക്കുന്നു. 2 പിള്ളേർ വന്ന് ഇപ്പൊ പിടിച്ചിരുന്നെങ്കിലുള്ള കാര്യം ആലോചിച്ച് നോക്കി. ഇതിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തൊലി അവിടെ സ്റ്റിക്ക് ആയിട്ട് അത്രയ്ക്ക് ചൂടാണ് ഇതിന്റെ കവചത്തിൽ വരുന്നത്. ഇവിടെയാണല്ലേ നമ്മളുടെ ശരിക്കും ഇൻസിനറേറ്ററുകൾ എന്താണെന്നുള്ള ആ ഒരു കാര്യം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പൊ ഉണ്ടായിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഇനി ഇതിലേക്ക് വരാം. ഇത് ഞങ്ങൾ ഡൊമസ്റ്റിക്കിൽ, ഞാൻ പറഞ്ഞു, ഡൊമസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന ഇൻസിനറേറ്റർ ആണ്. ഇതിനകത്ത് റിഫ്രാക്റ്റീവ് കോമ്പൗണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊരു പ്രോപ്പർ ഇൻസിനറേറ്റർ ആണ്. ഇത് നമുക്ക് 3 സ്റ്റേജ് ഇൻസിനറേറ്റർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതായത് മെറ്റീരിയൽ ലോഡ് ചെയ്യുന്ന, വേസ്റ്റ് ലോഡ് ചെയ്യുന്ന ഒരു ചേംബർ, 2 ഫ്യൂവൽ ഇഞ്ചക്ഷൻ ചേംബർ, 3 ആഷ് ചേംബർ. അങ്ങനെ 3 ചേംബറായിട്ട് നമുക്ക് ഈ ഇൻസിനറേറ്റർ ഇതിനുള്ളിൽ ഇൻബിൽറ്റ് ആണ്. അതുപോലെ ഈ പൈപ്പ് എത്ര അടി ഉയരത്തിൽ വേണോ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉയരം കൂട്ടാം. കമ്പനി കൊടുക്കുന്ന ഒരു 10 അടി പൈപ്പ്, അതിനോടൊപ്പം ഇക്വിപ്മെന്റിന് ഏകദേശം ഒരു 4 അടി ഉയരം ഉണ്ടാവും. 10 അടി പൈപ്പ്, അങ്ങനെ 14-14.5 അടി ഉയരം ഉണ്ടാവും.
ഇത് നോക്കൂ, നിങ്ങളുടെ ഈ പൈപ്പിൽ ഇത്രയും സ്ഥലത്ത് നിന്ന് പുക പുറത്തു പോകണമെങ്കിൽ ഇതാണെങ്കിൽ ഇത്രയും ഉയരത്തിലാണ് പുക പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് നിന്ന് സ്മോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമ്മളെ ഇതിന്റെ ഉയരം കൂട്ടുകയാണ്, ഒരു ടെൻഷനില്ല. നമ്മളിവിടെ ഇത് ചെയ്താലും നമുക്ക് ചുറ്റും കൂടെ നമുക്ക് നിൽക്കാൻ പറ്റും. ഇത് എത്ര കത്തിയാലും ഇതിനകത്ത് വന്ന് നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാൻ പറ്റും. പക്ഷെ ചൂടുണ്ടാവും, പിടിക്കാൻ പറ്റും. എന്തുകൊണ്ടാ, നമ്മളെ ബോഡി സെൻസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൈ എടുക്കാൻ പറ്റും. അതായത് ഇവിടെ നമ്മുടെ കൈ ചൂട് വരുമ്പോഴത്തേക്കും കൈ എടുക്കാം. ഇവിടെ ചൂടുണ്ടാവും, കാരണം ഇവിടെ ചൂടുണ്ടായാൽ മാത്രമേ ഇതിനെ മേളിലേക്ക് ഈ എക്സോസ്റ്റ് ഇഞ്ചക്ഷൻ നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടുത്തെ മർദ്ദമാണ് മേളിലേക്ക് ഇതിനെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ചൂടുണ്ടാവും. പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിൽ പോവില്ല. നമ്മളൊന്ന് തൊടുമ്പോൾ നമുക്ക് ചൂടടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൈയെടുക്കും. ഈ എക്സോസ്റ്റ് പൈപ്പാണെങ്കിൽ നമുക്ക് ഈ 20 അടി വരെ ഉയർത്താന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊയ്യും നമുക്ക് മേളിലേക്ക് പോകും. അപ്പൊ ഇതിലാണെങ്കിൽ നമുക്ക് പാമ്പേഴ്സോ എന്ത് സാധനം വേണോ ഇതിലിടാം. പിന്നെ ചിലർ പറയാറുണ്ട്, വെറുതെ ഞാൻ വേറെ എവിടെയോ കണ്ട് അതിൽ വെറുതെ ഇട്ട് പേപ്പർ കത്തിച്ചിട്ടാ മതി ഇത് കത്തിയാ. നമുക്ക് ആ മാജിക് ഒന്നും അറിയില്ല. കാരണം ഞാൻ അങ്ങനെയൊന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ആദ്യം നമ്മൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കണം. ഡയപ്പർ, പാമ്പേഴ്സ് എന്ന സാധനങ്ങളിൽ യൂറിൻ കണ്ടന്റ് അല്ലെങ്കിൽ വെറ്റ് മോയ്സ്ചർ കണ്ടന്റ് ഏകദേശം 1 ലിറ്ററോളം ഉണ്ടാവും. 1 ലിറ്റർ, 1/2 ലിറ്ററോളം ഉണ്ടാവും. ഇതിട്ട് ഏത് സാധനത്തിലിട്ട് വെറുതെ കത്തിച്ചാലും ഇത് കത്തില്ല. ഞങ്ങൾ കസ്റ്റമറുടെ അടുത്ത് പറയുന്ന നോ ഫ്യൂൽ ഇൻസിനറേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ തൊണ്ടും ചിരട്ടയും കൂടെ ഇട്ട് കത്തിക്കണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾ ആദ്യം ഒരു 2 തൊണ്ടോ ചിരട്ടയോ എന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുക, നമ്മൾ കത്തിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നിനും വേണ്ട. ഈ ഡയപ്പർ, പാമ്പേഴ്സ് ഒക്കെ വെറ്റാണ്, മാജിക്കിൽ ഇത് കത്തിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കത്തിച്ചിട്ട് വെക്കുമ്പോഴേക്കും അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മാജിക് അറിയില്ല. ഞാൻ സയൻസ് പരമായിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് മാജിക് അറിയില്ല. ഞങ്ങൾ ഈ പറയുന്നതെന്ന് വെച്ചാൽ തൊണ്ടും ചിരട്ട ഇട്ട് കൊടുക്കുന്ന എന്തുകൊണ്ടാണ്, അത് കത്തുന്ന ചൂട് ഇതിനകത്ത് മണിക്കൂറുകളോളം നിലനിൽക്കും. ആ കത്തുന്ന ആ ചൂടിൽ എന്താ ചെയ്യുക, നമ്മൾ ഇതിനകത്തുള്ള മോയ്സ്ചർ, വെള്ളത്തിന്റെ അംശമൊക്കെ പതിയെ ഇവോപ്പറേറ്റ് ചെയ്ത് പോകും. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം കത്തിക്കുമ്പോഴാണ് ശരിക്കും അന്ന് തലേ ദിവസം ഇട്ടത് ഡ്രൈ ആയി കിടന്ന് ശരിക്കും ഒരു സൈക്ലിംഗ് പ്രോസസ്സാണ്. അതായത് നേരെ നമ്മള് ഒരു എന്താ പറയുക 1 ലിറ്റർ വെള്ളത്തിന് നമ്മൾ നേരെ അടിയിൽ തീ കൊടുത്ത് അതിനെ ഇല്ലാതാക്കി ഉരുക്കി എന്താ പറയുക ഗ്യാസാക്കി കളയാനായിട്ട് സാധിക്കില്ല. അതായത് ഇതിന്റെ ഉള്ളിലുള്ള ചൂടില് ആ വെള്ളമൊക്കെ എന്താ പറയാ വേപ്പറായി പതിയെ വറ്റിപ്പോയി 2ാമത്തെ ദിവസം നമ്മൾ കത്തിക്കുമ്പോൾ പിന്നെ അതിന്റെ എന്താ പറയാ കത്താൻ പാകത്തിനുള്ള ഫോമിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. ശരിക്കും ഒരു ഇൻസിനറേറ്ററിൽ നമുക്ക് വരുന്ന ടെക്നോളജി അതാണ്. അതല്ലാതെ ഒറ്റ ദിവസം കൊണ്ട് കത്തിപ്പോകുന്നത് ഇത് പറഞ്ഞ പോലെ മാജിക് ട്രിക്ക് എനിക്ക് അറിയില്ല. അതേസമയം ഇതിനകത്ത് നമ്മളിപ്പോ ഒരു അടുത്ത ദിവസമാണ് നമ്മൾ കത്തിക്കുന്നത്. അപ്പോൾ തലേ ദിവസം ഉണങ്ങിക്കിടന്നത് അതിൽ കിടപ്പുണ്ടാവും. അതോടൊപ്പം അന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് അതിലിടാം. അപ്പോൾ അന്ന് കത്തുമ്പോൾ എന്താ, തലേ ദിവസം ഉണങ്ങിക്കിടക്കുന്ന അന്ന് തന്നെ കത്തിപ്പോവും. അന്ന് ഇടുന്നത് ഉണങ്ങി പിറ്റേ ദിവസത്തേക്ക് കത്താൻ പാടില്ല. ശരിക്കും നമ്മൾ പറയുന്നത് സയൻസ് ആണ്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് പ്യൂർ സയൻസ് ആണ്, അല്ലാതെ മാജിക് കാണിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെ ഇത് അപ്പം തന്നെ കത്തിക്കാം. ചില ആൾക്കാർക്ക് തൊണ്ടും ചിരട്ടയൊന്നും അവൈലബിൾ ആവില്ല. ഫ്ലാറ്റുകളിലോ അല്ലെങ്കിൽ ടൗൺഷിപ്പിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റാണ്ട് വരും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസിന് കണക്ട് ചെയ്യാനായിട്ട് ഒരു ഗ്യാസ് കിറ്റ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം. അത് ആവശ്യമുള്ളവർക്ക് അത് അപ്പുറത്ത് നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിന് പകരം നമ്മളിപ്പോൾ നോ ഫ്യൂൽ ഇൻസിനറേറ്റർ അതായത് ആണെങ്കിൽ അതിൽ വേറെ സോഴ്സ് ഇല്ല. വെള്ളം വരുമ്പോൾ ആ വെള്ളം ഉണങ്ങിപ്പോയേ പറ്റൂ. എന്തെങ്കിലും അഡീഷണൽ ഫോഴ്സ് കൊടുത്താലേ ആ വെള്ളത്തെ പെട്ടെന്ന് ഉണക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അതിനാണ് നമ്മൾ ആ ഗ്യാസ് ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. ഒരു 2 മണിക്കൂറിനുള്ളിൽ 5 ഡയപ്പേഴ്സ് ഒക്കെ കത്തിപ്പോകും. അതാണ് ഒരു പോയിന്റ്. അതായത് സാധാരണ നമ്മൾ ഫ്യൂലൊന്നും യൂസ് ചെയ്യാതെ, അതായത് എക്സ്റ്റേണലി നമ്മൾ ഗ്യാസ് ഒന്നും കൊടുക്കാത്തയാണെങ്കിൽ എന്താ പറയാ ഒരു 1 ഡേ പിറ്റേ ദിവസം നമ്മൾ കത്തിക്കുമ്പോഴായിരിക്കും അത് പൂർണ്ണമായിട്ട് മാറുന്നത്. അതെല്ലാം നമുക്ക് എമർജൻസി ആയിട്ട് ഒറ്റയടിക്ക് കത്തിച്ചളയണമെങ്കിൽ ഇവിടെ ഒരു അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്, ഗ്യാസ് കിറ്റ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമല്ലോ. ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ 2 മണിക്കൂറിനുള്ളിൽ വെറ്റായിട്ടുള്ള 5 ഡയപ്പർ വരെ സിമ്പിൾ ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റും. ഞാൻ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ അകത്ത് നമ്മൾ തൊണ്ടും ചിരട്ട ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെ ഗ്യാസ് കൊണ്ട് കത്തിക്കുന്നതെന്ന് അതിന്റെ ഡെമോ ഞാൻ വേറെ കാണിച്ചു തരാം. ഇതിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഈ ഇട്ടിരിക്കുന്നത് മൊത്തം നമ്മുടെ ജസ്റ്റ് തൊണ്ടാണ്, നമ്മുടെ തേങ്ങയിൽ കിട്ടുന്ന. ഇനി ഇതല്ലെങ്കിൽ ഉണങ്ങിയ കുറെ കരിയില അങ്ങനെയുള്ള എന്തെങ്കിലും സ്റ്റാർട്ടിങ് ഒരു ടെമ്പറേച്ചർ അവിടെ ഉണ്ടാകണമല്ലോ വെറ്റിടുമ്പോ. അപ്പൊ ഇതിലേക്ക് നമ്മൾ കുറച്ച് വേസ്റ്റ് ഇടുകയാണ്.
ഇതുപോലെ എന്ത് വേസ്റ്റ് ഇടാം. നമ്മളിപ്പോൾ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുന്ന പേപ്പർ ഇടുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിന്റെ യൂസ് ഒന്ന് നമുക്ക് ഡെമോ കാണിച്ചു തരാന്ന് പറഞ്ഞു. എന്റെ കയ്യിലുള്ളത് ഇപ്പോൾ ഇത് ഒരു അഡൽട്ട് ഡൈപ്പർ ആണ്. ഒരു ഏകദേശം ഒരു 2 ലിറ്റർ വെള്ളം ഇത് താങ്ങുമായിരിക്കും അല്ലെ. അപ്പൊ ഇതിലേക്ക് ഇത് വേറെ വെള്ളം ഒഴിക്കുകയാണ്. ഇതേ നോക്കി വെള്ളം ഉണ്ട് ഈ ഒഴിച്ചു കൊടുക്കുന്നേ, കണ്ട. ഓക്കെ, ആ വെള്ളം ശരിക്കും അത് അബ്സോർബ് ചെയ്ത് കണ്ട നല്ല വെയിറ്റ് ആയിട്ടുണ്ട് ഇത്. അങ്ങനെ ഇത് കംപ്ലീറ്റ്ലി വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള ഈ 2 ഡൈപ്പറുകളും നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. ഇനി ഇത് അടയ്ക്കല്ലേ? ഇത് അടയ്ക്കാം. ഇനിയിപ്പോ നമുക്ക് ഏകദേശം ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു കൊടുക്കണേ എത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും? നമ്മൾ ഇതാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂറെങ്കിലും ആവും. 4 മണിക്കൂർ എടുക്കും നോർമൽ ലേസിൽ തീരാനായിട്ട്. ഇത് 2 സ്ഥാനത്ത് നമുക്ക് 4 വേണോ ഇടാം. നമ്മളിപ്പോ 2 ജസ്റ്റ് ഡെമോക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു 4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് കിട്ടും. തീർച്ചയായും 4 മണിക്കൂർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കും, ഇത് എത്ര കത്തിയാലും നമുക്കതേ ഇവിടെ നമുക്ക് നേരത്തെ കത്തിച്ച് തുടങ്ങിയപ്പോ തന്നെ അവിടെ ഇനി ഒരു 2 മണിക്കൂർ വന്ന് നന്നാ കത്തി നിൽക്കുമ്പോഴും ഇത് തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ തൊടാൻ പറ്റും. ഒരിക്കലും പക്ഷെ ഇതിപ്പോ 1 മണിക്കൂർ കഴിയുമ്പോൾ ഇവിടെ ചൂട് വരും. പക്ഷെ നമുക്ക് കൈ ഇങ്ങനെ എടുത്ത് മാറ്റാവുന്ന, ഒരിക്കലും ഒരു അപകടമില്ല. ഞാൻ ആദ്യം കാണിച്ചു എന്ന് വെച്ചിട്ട് നമുക്ക് അപകടമില്ല. അപ്പൊ ഈ ഡൈപ്പറിൽ നോക്കിയേ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ളം ഒഴിക്കുകയാണ്. മാജിക് ഒന്നും ഇല്ല കേട്ടോ, ഇത് ഒറിജിനൽ വെള്ളമാണ്. ഒറിജിനൽ വെള്ളമാണ്. ഫുൾ അബ്സോർബ് ചെയ്തു കേട്ടോ. ശരിക്കും വെള്ളത്തിൽ കുതിർന്നു കണ്ട, നല്ല വെയിറ്റ് ആയിപ്പോ ഇത്. അപ്പൊ ഇവിടെ ഗ്യാസ് വെച്ച് ഫയർ ചെയ്ത് ഗ്യാസ് കിറ്റ് വെച്ച് ഫയർ ചെയ്ത് സെറ്റ് ചെയ്തതിലേക്ക് ഇനിയിപ്പോ നമ്മുടെ ഈ വെറ്റ് ആയിട്ടുള്ള ഡൈപ്പർ ഇടാനല്ലേ നേരിട്ട് കൊടുക്കാം, വേറെ ഒന്നും വേണ്ട. ഒന്നും വേണ്ട. ഓക്കെ, ഇതേ നമ്മള് ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തുട്ട് അത് നോക്കിയേ. ഇപ്പൊ തന്നെ അത് നമ്മൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ കത്തി തുടങ്ങി. ഇനി ഇത് ക്ലോസ് ചെയ്ത് വെക്കാം അല്ലേ? ഓക്കെ. ഇനി എന്തോരം ടൈം നമ്മൾ ഇതിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇതൊരു 1 അവറിനുള്ളിൽ കത്തിപ്പോവും. 2 ഡൈപ്പറും കത്തിപ്പോവും. വെറ്റായിട്ടുള്ള 2 ഡൈപ്പറും കത്തിപ്പോവും. ഇതിപ്പോ ഇതിൽ ഡെമോ കാണിച്ചെങ്കിലും കാരണം ഗ്യാസ് കിറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല. ആ ഗ്യാസ് കിറ്റ് ഇതിൽ കണക്ട് ചെയ്ത് ഇത് തന്നെ അതിലും സംഭവിക്കും. 1 അവറിനുള്ളിൽ എല്ലാം കത്തിപ്പോവും. അടിപൊളി. അതാണ് പറഞ്ഞത് നമുക്ക് ഇത് വേണമെങ്കിൽ 2 സിസ്റ്റം ഞാൻ പറഞ്ഞു. പക്ഷെ ഇതിലിപ്പോ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ഗ്യാസ് കിറ്റിൽ കണക്ട് ചെയ്യാം. അതില്ലാതെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. 2 അത് ഉപയോഗിച്ചാൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും ഇതിലത്തെ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മളൊരു 4 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇത് 1 അവറിനുള്ളിൽ ആവുന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നമുക്ക് റിസൾട്ട് കാണണമല്ലോ. എന്റെ ഒരു ക്യൂരിയോസിറ്റി കാരണം കേട്ടോ, എനിക്ക് എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കണേന്ന് അറിയണം. അപ്പൊ നമ്മളൊരു 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ഇത് തുറന്നു നോക്കാണ്. ഇതേ നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ഉള്ളില് ഏകദേശം ഒരു പകുതി ഇപ്പൊ തന്നെ കത്തിപ്പോയിട്ടോ. നമുക്ക് അടച്ചു വെച്ചേക്കാം. എന്തായാലും 1 അവർ കഴിഞ്ഞിട്ട് തന്നെ നോക്കാം. അങ്ങനത്തെ 1 അവർ നമ്മളോട് പറഞ്ഞെങ്കിലും 45 മിനിറ്റിലാക്കി ഇതാവുന്ന എന്നോട് ചെറുതായിട്ട് സൂചിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് മാത്രം ഞാനിപ്പോ തുറന്നു നോക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വെച്ചിട്ട് എപ്പോഴും കൂട്ടിയേ പറയുള്ളൂ. കസ്റ്റമർ സൈഡ് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരരുത് ഉപയോഗിക്കും. ഓക്കെ, എന്തായാലും 40-45 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. നമുക്ക് എന്താണ് ഇതിന്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് നോക്കാം. ഇത് നമ്മൾ ഗ്യാസ് കിറ്റ് വെച്ച് കത്തിക്കുന്നതാണ്. ഇതിന്റെ ഉള്ളില് ഇതേ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഡൈപ്പർ അവിടെ ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ നമ്മളിത് വടി വെച്ച് ഒന്ന് തട്ടിയപ്പോഴേക്കും വെറും ചാരമായിട്ട് അതിന്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം അല്ലേ? ഓഫ് ചെയ്യാം. ഓക്കെ, ഓഫ് ചെയ്തത് ഇതിന്റെ അടിയില് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മളിപ്പോ ഈ 2 ഡൈപ്പേഴ്സ് ഇട്ടുള്ളൂ. നമുക്കിത് 4ഓ 5ഓ നമുക്ക് ഇടാം. അതിന്റെ വോളിയം കണ്ടപോലെ ഇപ്പൊ ഇതിലെങ്കിൽ 25 ഡൈപ്പേഴ്സ് ഒരുമിച്ചിട്ട് കത്തിക്കാം. കൊമേഴ്സ്യൽ വേണമെങ്കിലല്ല, കത്തിക്കാൻ കപ്പാസിറ്റിയാണ്. 25 ഡൈപ്പേഴ്സ് ഉണ്ടെങ്കിൽ ഈ സാധനം മതി. അതും ഇതേ ടൈമേ തന്നെ എടുക്കുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ എക്സ്റ്റേണൽ ഫ്യൂല് കൊടുക്കുകയാണ്. അതേസമയം ഇത് നമ്മുടെ ഡൊമസ്റ്റിക്കിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 4 ഡൈപ്പേഴ്സ് ഒക്കെ നമുക്കൊരു 1 അവറിനുള്ളിലോ 1-2 ഹവേഴ്സിനുള്ളിൽ നമുക്ക് കത്തിച്ച് കളയാം. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടെ ആസ്ട്രയിലേക്ക് കണ്ടോ അതിന്റെ കത്തി ഡൈപ്പറാണ് കേട്ടോ. കത്തിന്റെ ചാരം മാത്രമായിട്ട് ഇവിടെ വന്ന് കിടക്കുക നമുക്ക് കാണാൻ പറ്റുവേ. സംഭവം എന്തായാലും ഞെട്ടിച്ചു കേട്ടോ. ഇതിന്റെ ചൂട് എങ്ങനെയാ? ഇത് നമ്മൾ ഇത്രയും നേരം കത്തിയ സാധനമല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നോക്കണ്ട. നമ്മളെ വീട്ടിൽ ഉപയോഗിക്കണമെങ്കിലും മണിക്കൂറുകൾ ഉപയോഗിച്ചാലും നമ്മൾ ആദ്യം ഒന്ന് തൊട്ട് നോക്കാം. എന്തായാലും ഞാൻ ആദ്യം കാണിച്ചെന്ന പോലെ നമ്മുടെ കൈ സ്റ്റിക്ക് ചെയ്തിരിക്കില്ല. നമുക്ക് ചൂട് വരുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. ഇവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടോ, സ്മോക്കോ പോകുന്നത്? പിന്നെ നമുക്ക് ചൂട് കൊണ്ട് ഇപ്പൊ ഒരു 2 സെന്റിമീറ്ററിന് ഇപ്പുറം ഒരു ചൂട് വരികയില്ല. അതിനായി നമുക്ക് ഇവിടെ നല്ല ചുറ്റും ചെടി വെച്ചാൽ പോലും അത്
വാട പോലും ഇല്ല ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. കാരണം ആ ഒരു ഏരിയയിലേക്ക് അങ്ങനെ ചൂട് എത്തുന്നില്ല, മുകളിലേക്കാണ് എല്ലാ ചൂടും പുകയൊക്കെ പോകുന്നത്. ഇപ്പൊ നല്ല മഴ പെയ്തുകൊണ്ടിരുന്നാൽ പോലും ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം വീഴില്ല. അതായത് മഴക്കാലത്താണെങ്കിൽ പോലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കത്തിക്കാൻ പറ്റും. ഈ തീ മറ്റൊരിടത്തേക്ക് പടർന്ന് ഡേഞ്ചർ സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും 100% ആയിട്ട് പ്യൂർലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എല്ലാവരും വാങ്ങി ഇത് ഉപയോഗിക്കട്ടെ. അവരവരുടെ ശരിയാ, സ്വന്തം എക്സ്പീരിയൻസ് നിന്നാണല്ലോ എപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് എത്തുക. ഓക്കെ, അപ്പൊ എന്തായാലും സംഭവം നമ്മളെ ഞെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായും. അപ്പൊ അതെ 4 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്ത് വിട്ടാ. ഇനിയിപ്പോ ഞാനിപ്പോ ആദ്യം ചെയ്ത് നോക്കാൻ പോണത് ഞാനിവിടെ പിടിച്ചോക്കാണ്. ശരിക്കും ചൂട് നമ്മൾ വിചാരിച്ച പോലെ അല്ല, ചെറിയൊരു ചൂടുണ്ട്. പക്ഷെ നമുക്ക് എന്താ പറയാ, പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ കൈക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഉള്ളിലത്തെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാട്ടാ. ഇതിനുള്ളിൽ വെച്ചാർന്ന ഡൈപ്പർ ഇതാണ് കേട്ടോ ഡൈപ്പറിന്റെ അവശിഷ്ടങ്ങൾ വരുന്നത്. സംഭവം കത്തി മൊത്തത്തിൽ ഉള്ളിലേക്ക് പോയെന്ന് പറയാൻ പറ്റൂല. പക്ഷെ ഇതിന്റെ ആശ്രയം നമുക്കൊന്ന് തുറന്നു നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഇത് കണ്ട ഒരുവിധം എല്ലാം കത്തി അതിൻ്റെ ആഷായിട്ട് താഴേക്ക് വന്ന് വീണ് കിടക്കുകയാണ്. അപ്പോൾ സംഭവം ഇനി നാളത്തെ ഒരു കത്തിക്കല്ലിൽ ബാക്കി എന്തെങ്കിലും ചെറിയ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി കത്തിപ്പോവും. ഇത്രയും വെള്ളമൊഴിച്ച് നമ്മളിട്ട ഡൈപ്പറാണ്. ഇപ്പോൾ ശരിക്കും എന്താ പറയുക, 4 മണിക്കൂറിൻ്റെ തന്നെ ഒരു എൻ്റെ കൺസെപ്റ്റ് പറയുന്നത് ചെറിയ മാജിക് തന്നെയാണ്. ഇത്ര നേരം കൊണ്ട് നമ്മൾ കത്തിപ്പോന്ന് വിചാരിച്ചിരുന്നില്ല. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ മച്ചന്മാരെ, നമ്മൾ ഇന്ന് കണ്ട വിശേഷങ്ങൾ ഏകദേശം 15 വർഷത്തോളം സേവന പാരമ്പര്യമുള്ള ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസിനേറ്റർ മാനുഫാക്ചർ ആയിട്ടുള്ള മേഡയിൽ ഇൻസിനേറ്ററിലെ വിശേഷങ്ങളാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുപാട്, അതായത് ഇൻസിനറേറ്ററിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ അറിയാനായിട്ട് സാധിച്ചു. ഇപ്പോൾ കേരളത്തിലെ 14 ജില്ലയിലും നമ്മളുടെ സർവീസസും അതുപോലെ തന്നെ ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട് അല്ലെ? 10 ഡിസ്ട്രിക്റ്റിലാണ്. ഓക്കെ, 10 ഡിസ്ട്രിക്റ്റിലുണ്ട്. അപ്പൊ 18 ബ്രാഞ്ചസ് ഉണ്ട്. ഓക്കെ, അപ്പൊ കേരളത്തിന്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേറ്റം വരെ വളർന്ന് നിൽക്കുന്ന ഒരു എന്താ പറയാ, മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഔട്ട്ലെറ്റുകൾ. ഓക്കെ ഓക്കെ, എന്തായാലും എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി പ്രൊഡക്ട്സ് വരെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയിലാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കിയത്. അപ്പോൾ എന്തായാലും സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് പോലും എന്താണ് ഇൻസിനറേറ്റർ എന്നും അതിൻ്റെ യൂസ് എന്താണെന്നും എങ്ങനത്തെ അവർക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും പുതിയൊരു വീട് വെക്കാൻ പോകുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വേസ്റ്റുമായിട്ടുള്ള ബന്ധപ്പെട്ട് എന്താ പറയുക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്കാണെങ്കിലും എന്തായാലും ഇൻസിനറേറ്ററിനെ പറ്റി കൂടുതൽ അറിയാനും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മേഡയിൽ ഇൻസിനറേറ്റേഴ്സിൻ്റെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എന്തായാലും 2 നമ്പറുകൾ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതിപ്പോൾ കേരളത്തിൽ തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിലും കാസർഗോഡൊക്കെ ഉള്ളവർക്കാണെങ്കിലും അതിൽ തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ബാക്കി ഫർദർ കാര്യങ്ങളെല്ലാം അതിന്റെ രീതിയിൽ കറക്റ്റ് ആയിട്ട് പ്രോസസ്സ് പോയിക്കോളും അല്ലെ? ഓക്കെ, എന്തായാലും നമ്മൾ കണ്ടതിൽ വെച്ച് ഇവിടുത്തെ തട്ടിക്കൂട്ട് സാധനമല്ല, കൊടുക്കുന്ന സാധനം ബെസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും അല്ലെ? അതാണ് മേഡയിൽ ഇൻസിനറേറ്റേഴ്സിന്റെ പ്രത്യേകത എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്ര നേരം നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് ചേട്ടന് വലിയൊരു താങ്ക്സ് പറയാണ്. അപ്പോൾ മറക്കണ്ട, ഇൻസിനറേറ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിലും കാര്യങ്ങൾക്കും എന്തിനാണെങ്കിലും ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്, അവിടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇൻസിനറേറ്റർ എന്നൊരു ആശയം നിങ്ങളുടെ മനസ്സിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ് ആവും കേട്ടോ. അപ്പോൾ 15 വർഷത്തെ ഒരു സേവന പാരമ്പര്യം നമുക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്തായാലും വലിയ വലിയ കമ്പനികൾ നേരിടുന്ന പോലെ നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരാൾ കോപ്പി ചെയ്യുക അല്ലെങ്കിൽ അനുകരിച്ച് നമുക്ക് ഇങ്ങനെ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? അതായത് സാധാരണക്കാരൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ പേരിൽ വിൽക്കുക അല്ലെങ്കിൽ ഈ ഒരു ഡിസൈൻ കോപ്പി അടിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഒരു 3-4 കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സാധാരണക്കാരൻ എന്ന് പറയുന്നതിനേക്കാളും സാധാരണക്കാരല്ല ഇത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് മൾട്ടി ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സാധാരണക്കാരും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പൊ ഈ അടുത്ത് കിടന്ന 1-2 സംഭവം, ഞങ്ങളുടെ വീഡിയോ ആഡ് അവര് ആ വീഡിയോ ആഡ് കോപ്പി ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോ ആഡിന്റെ അറ്റത്ത് മേഡയിൽ വരുന്നിടത്തൊക്കെ അവരുടെ കമ്പനിയുടെ പേര് കൊടുത്തു, ഫോൺ നമ്പർ അവരുടെ കമ്പനിയുടെ പേര്, ആഡ് ഞങ്ങളുടെ സെയിം. എന്ത് ധൈര്യത്തെ അവർ ചെയ്തു എന്നറിയില്ല. പിന്നെ അത് ലീഗലി ഞങ്ങളത് പ്രൊസീഡ് ചെയ്തു. നല്ലൊരു കോമ്പൻസേഷൻ അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട ഒരു അവസ്ഥയുണ്ടായി. പിന്നെ അപ്പോളജിയൊക്കെ എഴുതി തന്നിട്ടാണ് ഞങ്ങളത് ഒഴിവാക്കിയത്. പിന്നെ ഇതിൽ ഞങ്ങൾക്ക് ഡിസൈൻ പാറ്റന്റ് ഉള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു മോഡൽ ഇൻസിനറേറ്ററിന് നമുക്ക് ഡിസൈൻ പാറ്റന്റ് ഉണ്ട്. അപ്പൊ ഇതിലുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് അതിനേക്കാൾ ഉപരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇൻസിനറേറ്ററിന്റെ അഡ്വർടൈസ്മെന്റിൽ നിന്ന് ഞങ്ങളുടെ ഫോട്ടോസ് കട്ട് ചെയ്തിട്ട് ആ മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് വരുന്നിടത്ത് അവരുടെ
ലോഗോ വെച്ച് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഇതാണ്. ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് കമ്പനി അഡ്വക്കേറ്റ് ഉണ്ട്. അദ്ദേഹം എന്ത് കാര്യം ഉണ്ടെങ്കിലും അദ്ദേഹം കാര്യമായിട്ട് ചെയ്യാറുണ്ട്. പലരും വന്ന് റിക്വസ്റ്റ് ചെയ്ത് അപ്പോളജി ചെയ്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കോമൺ ആയിട്ട് അങ്ങനെ ഉണ്ടാകാൻ ഇനി ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞങ്ങൾ അത്രമാത്രം ഞങ്ങൾ റിയാക്ട് ചെയ്യാറുണ്ട്. ഞങ്ങൾ ഇത്രയും വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം, വളരെ ക്വാളിറ്റി ചെയ്യുന്ന സാധനം, ഇതവർ നെയിം പ്ലേറ്റ് മാറ്റിയത് കൊണ്ട് മാത്രം ക്വാളിറ്റി മാറില്ല. അപ്പം അത് ഞങ്ങൾക്ക് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിന് വളരെ സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സ്പെക്കും ഇതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അനുകരിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ലീഗൽ ആക്ഷനിലേക്ക് പോകും. ഞങ്ങൾക്ക് തന്നെ കമ്പനി അഡ്വക്കേറ്റ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊന്നും അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ വരട്ടെ എന്നാണ്. തീർച്ചയായും. താങ്ക് യു. അങ്ങനെ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള നേരായിക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. എന്താണ് ഒരു ഇൻസിനറേറ്റർ എന്നും അതുപോലെ തന്നെ ഇൻസിനറേറ്റർ എങ്ങനെ പ്രോപ്പറായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇൻസിനറേറ്റർ നമുക്ക് തിരഞ്ഞെടുക്കാം, അതുപോലെ തന്നെ എന്താ പറയുക ഇൻസിനറേറ്റർ എന്ന് പറഞ്ഞിട്ട് കുറേ എന്താ പറയുക അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നല്ലതും ചീത്തയും അതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ നമുക്കിന്ന് പകർന്നു തന്നത് മേഡയിൽ ഇൻസിനറേറ്റേഴ്സ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇൻസിനറേറ്ററുകൾ നിങ്ങൾ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മേഡയിൽ ഇൻസിനറേറ്ററായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാൻ പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രയോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.